ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവുക കേട്ടോ. ഈ പോക്കിലുണ്ടല്ലോ എനിക്ക് ചെറുതായിട്ടൊരു അപകടം പറ്റി കേട്ടോ. വണ്ടി ഇങ്ങനെ പോയി മെയിൻ റോഡിലോട്ട് കയറണ സമയത്ത്, അതായത് ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടെയ്നർ ലോറി വന്ന് വണ്ടിയുടെ ബാക്കിൽ തട്ടിയിട്ടും ആ വണ്ടി മുന്നോട്ട് തന്നെ നീങ്ങിയിട്ട് എൻ്റെ കാറിനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യിച്ചു. അപ്പോഴേക്കും വണ്ടിയുടെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഞാനിരുന്ന ഭാഗം വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി തട്ടി. വേറെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ എമർജൻസി പോയി എക്സ്റേ ഒക്കെ എടുത്തു. അപ്പോൾ എനിക്ക് ഈ ലെഫ്റ്റ് ഹാൻഡിൽ നെക്കിലും ഭയങ്കര വേദനയുണ്ടായിരുന്നു. പക്ഷേ എക്സ്റേയിൽ ഫ്രാക്ചർ ഒന്നുമില്ല, വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ വന്നു. ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ കുറച്ച് അഫക്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഒന്നാമത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പറ്റിയൊരു കാര്യമാണ്. ആക്സിഡൻറ്റ് പറ്റിയ ആ മൊമെൻറ്റിലുണ്ടല്ലോ, വണ്ടി സ്റ്റോപ്പാക്കിയിട്ട് ഞാൻ ആദ്യം കണ്ണേട്ടൻ്റെ മുഖത്തോട്ടാണ് നോക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്നത് കണ്ണേട്ടനാണ്. ശരിക്കും കണ്ണേട്ടൻ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നില്ല എന്നെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്തേനെ കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കണ്ണേട്ടനായിരുന്നു. 2-3 ദിവസം സിക്ക് ലീവൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ ആയപ്പോൾ ആകെ മനസ്സിനൊരു സുഖമില്ലായിരുന്നു. ശരിക്കും കണ്ണേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനാണേ. ശരിക്കും എനിക്കിതിൽ ഇൻവിറ്റേഷൻ ഇല്ല, പക്ഷേ എൻ്റെ ഈ വിഷമമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്നിരിക്കും ഇവിടെ കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ അറിയാമോ, നമുക്ക് ലൈഫിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മളെ ഭയങ്കര ബാഡായിട്ട് നമ്മളെ ഇൻറ്റേർണലി അഫക്റ്റ് ചെയ്തിരിക്കാം. പക്ഷേ അത് നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നു, നമ്മുടെ സന്തോഷം നമ്മളെങ്ങനെ കണ്ടെത്തും എന്നുള്ളതിലാണ് ബാക്കിയുള്ള കാര്യങ്ങളിരിക്കുന്നത്. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്ത് കാര്യമാണോ അതങ്ങോട്ട് ചെയ്തേക്കുക. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതിലും സന്തോഷം. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും. അപ്പം ശരി കേട്ടോ, ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.